ഹലോ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്കത് ലാസ്റ്റ് നമ്മൾ ലിറ്റിലേക്ക് വന്നതാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ലോങ് വീഡിയോസ് ഇല്ല, മൊത്തം ഷോർട്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പലതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു. മാത്തൂന് ഉച്ചയ്ക്കത്തേക്ക് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പം സമയം രാവിലെ ഒരു 8 മണി സമയമാണ്. ഞാൻ മാർക്കറ്റിൽ പോകണം, എനിക്ക് അതിന് വേണ്ടിയുള്ള ലിസ്റ്റാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മൾ കുഞ്ഞിനുള്ള ഫുഡ് വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണിയാണ്. ഞങ്ങൾ തലേദിവസം തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് ബീഫ് ബിരിയാണി. അപ്പോൾ അതിനി നമുക്ക് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ കുഞ്ഞിന് മാത്രം രാവിലെ ഒരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു നെയ്ച്ചോറ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൈമാ റൈസ് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് അതൊക്കെ തീർന്നു തുടങ്ങി. ഇനി ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ വേണം അതൊക്കെ പറയാനായിട്ട്. അപ്പം പടപടാന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ പോകും, കാരണം യൂറോപ്പിൽ ഭയങ്കര ചൂടാണ്. നമുക്ക് ഒരു രക്ഷയില്ല. പുറത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങ് നമ്മളാകെ ടയേർഡായിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ അതുപോലെ ചൂടായതുകൊണ്ടാണ് രാവിലെ പോകാമെന്ന് വിചാരിച്ചു. വരുമ്പോൾ പിന്നെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യമാണ് ഇപ്പുറത്തെ സൈഡിലത്. കുക്കർ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി. ബ്രേക്ക്ഫാസ്റ്റ് അവന് ഞാനൊരു ബുൾസേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ അതും ചെയ്തു. ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ വെക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ അറിയാമല്ലോ, തനിത്തനി ഓരോ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റൊക്കെ തനിത്തനി വേണം വെക്കാൻ. ഒരു ബോക്സിലായിട്ടാണ് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം, നമ്മുടെ ഇന്ത്യൻ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഈ ഫസ്റ്റ് തരുന്നത് മസാലകളാണ്. സാമ്പാർ പൊടി, ഇത് 2 പരിപ്പ്. ഈ പരിപ്പ് കൂടെ നമുക്ക് കിട്ടും കേട്ടോ. പരിപ്പ്, കടുക്, ജീരകം, ഇത് മറ്റേ ചതച്ച മുളക്, കുരുമുളക്, ഉലുവ, ഇതിൻ്റെ പുറകിൽ പെരിഞ്ജീരകം, പിന്നെ ഇത് ബിരിയാണി അരി, 2 ബിരിയാണി അരി, പിന്നെ ഇത് ബാലൻസിങ് നമുക്ക് എടുത്തു വെക്കാനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിച്ചുകൊണ്ട് വന്നതൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന. താഴെ ഗോതമ്പ് പൊടി, ഇത് നമ്മുടെ മീനിലിടുന്ന പുളി, ഇത് ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുന്ന ഗോതമ്പ് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ പുട്ടുപൊടിയൊക്കെ ഒത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ്, ഇന്ത്യൻ ഫുഡിൻ്റെ സ്റ്റോറേജ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൺസ്ക്രീനാണ്, ഗുഡ് വൈബ്സിൻ്റെ. ഇപ്പോൾ 3 ഫിംഗർ റൂളൊക്കെ മാറി മുഖത്തൊക്കെ വാരി തേക്കുക, കാരണം നല്ല ചൂടാണ് പുറത്തോട്ട് പോകുമ്പോൾ. സൺസ്ക്രീനും കൂടി ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആകെ കരിഞ്ഞു പോയിഞ്ഞ് ടാൻ അടിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൺസ്ക്രീൻ വാരി പൊത്തുന്നുണ്ട്. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, കാരണം ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മുഖമൊക്കെ ആകെ ചൂടടിച്ചിട്ട് ഇറിറ്റേഷനാണ്. ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് മാത്രമേ ഇടും. ഇത് നമ്മുടെ കോംഫി മാറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഏതാണ് ഷെയ്ഡെന്ന് ഞാൻ ഓർക്കുന്നില്ല, ലിങ്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ ഇടാട്ടോ നോക്കിയിട്ടേ. അപ്പോൾ അത്യാവശ്യം ഇത്രയൊക്കെ ഉള്ളൂ. കണ്ണും ഒന്നും ഞാൻ എഴുതുന്നില്ല. ഐബ്രോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും കൂടുതലായിട്ട് നമ്മൾ എഴുതുന്നില്ല. കാരണം ചൂട് കാരണം നമുക്ക് ആകെ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആകെ വിഷയമായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മുടി പോണി കെട്ടി. അപ്പം ഞാൻ പോട്ടെ, ടാറ്റാ. അപ്പം ഞാനും മാത്തും പോകാനായിട്ട് ഇറങ്ങി. നല്ല ചൂടാണ്. യൂറോപ്പിൽ പലയിടത്തും റെഡ് അലേർട്ടാണ് കൊടുത്തേക്കുന്നത് ഈ ചൂട് കാരണം. അറിയില്ല, നമ്മളതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. സാധാരണ 10 മണിക്കൊക്കെ ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളൊരു 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയേ ഉള്ളൂ. അപ്പോൾ ചെന്നിട്ട് വിശേഷം കാണിക്കാട്ടോ. ഇങ്ങനെ ഫോണും കൊണ്ടും ഒരു കയ്യിൽ ഉണ്ടോ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ചെന്നിട്ട് വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറാം, മാത്തൂനൊരു ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിക്കാനായിട്ട്. തേങ്ങ കണ്ട, തേങ്ങയുടെ വില കണ്ട, 2.4 €2.49. തേങ്ങയുടെ വലിപ്പം കണ്ടോ. അയ്യോ, ഇത് പൊട്ട തേങ്ങ, എനിക്ക് വെള്ളമില്ല കേട്ടോ. അയ്യോ, ഫ്രൂട്ട് ജ്യൂസ് ഇല്ല. നമ്മൾ വാങ്ങിക്കുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ, അപ്പം അതിൻ്റെ ഇല്ല. അപ്പം നമുക്കിത് വാങ്ങിക്കാം. മേലെ കാര്യമില്ല. നമ്മളിപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ്, അരി ഒക്കെ വാങ്ങിച്ചു. ഇനി നമുക്കൊരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചൊരു ഡ്രസ്സ് എനിക്ക് തയ്ച്ചായിരുന്നു, അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം എനിക്കിനി. അപ്പോൾ അതിനായിരുന്നു നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിൽ ആ ഭാഗമൊക്കെ എടുക്കാൻ മറന്നു. ഞാൻ നിങ്ങളെ ഈ ഭാഗം കാണിക്കാം, നമ്മുടെ ഡ്രസ്സിൻ്റെയും ബാഗിൻ്റെ ഒക്കെ കളക്ഷൻ്റെ സ്ഥലം കാണിക്കാം കേട്ടോ. ഒക്കെ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതുകൊണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് മൊത്തത്തിൽ.
ഞാനൊരു ഷോർട്സ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് എനിക്കത് ടൈറ്റായിരുന്നു. ഞാൻ പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തൊരു സ്കേർട്ടാക്കി. ഇവിടെ നമുക്ക് ട്രൈ ഔട്ട് ഈ ബാഗ് കിടക്കുന്നുണ്ടോ മക്കളെ? ബാഗ് ഉണ്ടോ? ബാഗ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാൻ തോന്നും. പക്ഷെ വാങ്ങിക്കത്തില്ല, കാരണം പൈസ ഇല്ല. ബാഗും തൂക്കി ഞാൻ അവിടെ പോകുന്നുമില്ല. ഈ ഡ്രസ്സൊക്കെ കണ്ടോ? ഇതൊക്കെ കൂട്ടിയിട്ട് വയ്ക്കുന്ന കേട്ടോ. ഇതൊക്കെ ചീപ്പ് റേറ്റാണ്. പക്ഷെ അല്ലാതെ ഇത് കണ്ടോ, ഇതൊക്കെ കുറച്ച് റേറ്റുള്ള DH യൂറോ ആണ്. ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനങ്ങൾ. ഈ ഭാഗത്തൊക്കെ വിലയില്ലാതെ, വിലയുണ്ട്, റേറ്റ് ചീപ്പ് ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ. ഇത് ക്ലോസ് ചെയ്യുവാണ്. ഉച്ച വരെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ പരിപാടി. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്യും. ഇത് കണ്ട ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട് കേട്ടോ. ഇങ്ങനെ മാലയൊക്കെ വയ്ക്കുന്ന സ്ഥലം. ഇതേ കണ്ടത്, ഈ മാലയൊക്കെ കണ്ടത് പൊന്ന്. ഇതൊക്കെ ആരെങ്കിലും കിട്ടുമോ? എന്നാ വലിയ മാലയാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരിടും. മാല ഉണ്ടോ? ഇതുണ്ട് ഒരു മാല, പഴക്കം പോലെ. അങ്ങനെ കിട്ടുമോ? നമ്മൾ പോകുന്നിടത്തെ ഒരു പള്ളിയാണ്. വേണ്ട, എനിക്ക് പള്ളി കണ്ടപ്പോൾ ഇരിക്കാൻ തോന്നുന്നു. എൻ്റെ കാലെല്ലാം വേദനിക്കുക. നമുക്കൊന്ന് കയറി നോക്കാം. ഇതിനകത്ത് കയറിയപ്പോണ്ടല്ലോ നല്ല തണുപ്പാണ്. എന്താ ഈ പള്ളിക്കകത്ത് ഇങ്ങനെ തണുപ്പ് വരുന്നത്? നമ്മളെപ്പോൾ പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന മാർബിളും അങ്ങനെയൊക്കെ ആയിരിക്കും, ഗ്രാനൈറ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ. ഇതിനകത്ത് കയറിയപ്പോൾ നല്ല സുഖമായിരുന്നു ഇരിക്കാൻ. റൂഫൊക്കെ കണ്ട് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പിന്നെ പോകുന്നു. കാരണം ചൂട് സഹിക്കാൻ മേല. മാത്ത കുളിച്ചു. ഭയങ്കര ചൂടാ എൻ്റെ മുന്നേ, ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ല. അതുകൊണ്ട് വന്ന് കയറി ഒന്ന് നമ്മളൊന്ന് സെറ്റിലായതിന് ശേഷം മാത്തുവിനെ കുളിപ്പിച്ചു. ഇനി എനിക്ക് കുളിക്കണം, ഞങ്ങൾക്ക് ഇനി കഴിക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണി. അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ഹലോ, ഇപ്പോൾ സമയം 4:30 ഭയങ്കര ചൂടാണ്. പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ചൂടിങ്ങനെ വരുമോ. ഞങ്ങൾ മാർക്കറ്റിൽ പോയി. മാത്തുവാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഫുഡ് കഴിച്ച് അപ്പോഴേ ഒരൊറ്റ ഉറങ്ങി. ഞാനാണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അപ്പോഴേ ഉറങ്ങിപ്പോയി. ഇപ്പം എണീറ്റ് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വിശേഷവും ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അതുപോലെ ക്ഷീണമായിരുന്നു. പിന്നെ കുറച്ച് ബിരിയാണി ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതും കൂടെയാണ് കഴിച്ചത്. അതിൻ്റെയും കൂടെ നടത്തില്ല. നല്ല ഉറക്കം. നമ്മൾ ഈ ഡെഡ് സ്ലീപ്പ് എന്ന് പറയത്തില്ല, എന്താ പറഞ്ഞ പോലെ ഞാനും മാത്തും ഉറങ്ങി ഇപ്പം എണീറ്റേ ഉള്ളൂ. അപ്പം ജസ്റ്റ് മാത്തുവിനെ കൊണ്ടൊന്ന് താഴെ നമ്മുടെ കോട്ടയാടിലൊന്ന് നടക്കാൻ പോകാമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ്, പുറത്തിറങ്ങാനേ പറ്റില്ല. അപ്പം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 5:30 സമയമാണ്. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പം വെയിലൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ യാർഡ് ക്ലീൻ ചെയ്തിരുന്നു. അപ്പം കയറാൻ നല്ല സുഖമാണ്. മറ്റേത് മൊത്തം പുല്ലൊക്കെ ആയിട്ട് ആകെ കൊതുകും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് യാർഡ് ക്ലീൻ ചെയ്യാൻ ആൾ വന്നായിരുന്നു. പുല്ലൊക്കെ അവർ മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ അതേ റെഡിയായി വരുന്നുണ്ട്. ഓറഞ്ചൊക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്ക്ലർ ചെയ്ത് മൊത്തത്തിലൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കാറ് വെള്ളം വീഴാണ്ട് കഴുകുക. ഇടിവിട്ടിട്.